ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ റിലീസായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത വേറെ ലെവലൊരു ബംഗാളി ക്രൈം ത്രില്ലർ സീരിയൽ കില്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. കഥയുടെ പേര് ദൗഷോം അവതാർ. കഥയെക്കുറിച്ച് ഒറ്റ വാക്കേ പറയാനുള്ളൂ. ഒരിക്കലും ട്വിസ്റ്റഡ് ക്രൈം ത്രില്ലർ പ്രേമികളെ മിസ്സാക്കാൻ പാടില്ലാത്ത കഥയാണ്. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എന്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകള് നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷൻ ആയിട്ട് ആകെ ചെയ്തു തരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ ഇഷ്ടപ്പെട്ടാല് ഇതുപോലുള്ള കഥകളിൽ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഏതോ ഒരാള് ഒരു വീട്ടിലേക്ക് രാത്രി ചാടി വരികയാണ്. എന്നിട്ട് ആ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മുകളിലെ നിലയിലേക്ക് ശബ്ദമുണ്ടാക്കാതെ പതിയെ പോകുന്നുണ്ട്. അയാളുടെ കയ്യിലൊരു ബാഗുണ്ട്. അങ്ങനെ അയാൾ പോകുന്ന സമയത്ത് ഭഗവത്ഗീതയിലെ വിഷ്ണുവിന്റെ അവതാരത്തെ കുറിച്ചുള്ള ചില വരികള് നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്. അയാള് നേരെ മുകളിലെത്തിയ ശേഷം ഒരു ബാത്റൂമിലേക്ക് കയറിപ്പോവാണ്. അപ്പോ ബാത്ടബിലായിട്ട് ഒരാൾ കുളിക്കുന്നുണ്ട്. ഇവന്റെ പേരാണ് രാഘ. അവനെ ഗൺ പോയിന്റിലെ ഭയപ്പെടുത്തിയ ശേഷം ആ ഒരു ബാഗില് അവൻ കൊണ്ടുവന്നത് കുറച്ച് പിരാന മീനുകളെയാണ്. ആ മീനുകള് എന്താണ് ചെയ്യാന്ന് പറയണ്ടല്ലോ. നേരെ ആ ബാത്ടബിലേക്ക് ആ മീനുകളെ ഇടുകയാണ്. രാഘയെ ആ മീനുകള് ക്രൂരമായിട്ട് കടിച്ചു തിന്നുന്നത് ആ ഒരു സൈക്കോ കൊലയാളി കണ്ടാസ്വദിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ കഥയുടെ പേരെഴുതി കാണിക്കുന്നത് ദൗഷോം അവതാർ. അടുത്ത സീനിലെ ഏതോ ഒരു കുറ്റവാളിയെ ഒരാളെ പാഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള പോലീസുകാരനാണ്. ഹീറോയുടെ പേര് റായ്. അവനെ പിടിക്കാൻ ശ്രമിക്കല്ല, അവനെ കൊന്നു തള്ളാനാണ് ഹീറോ പിന്നാലെ വരുന്നത്. അവനാണെങ്കിൽ പേടിച്ചു വിറച്ച് തെരുവിലൂടെ ഓടി അവസാനം ഒരു പോലീസ് സ്റ്റേഷനിൽ കയറാണ്. അപ്പോ SI ചോദിക്കുന്നുണ്ട്, അല്ല മോനെ ഗണേശ്, നിന്നെ കുറെ നാളെയല്ല നമ്മൾ തേടി നടക്കുന്നത്, എന്തു പറ്റി നേരെ സ്റ്റേഷനിലേക്ക് വരാന്? സാറേ ഒന്നും നോക്കണ്ട, എന്നെ വേഗം സെല്ലിൽ അടച്ചേക്ക്. അപ്പൊ SI, അല്ല നിനക്ക് നല്ല ബുദ്ധി തോന്നാൻ സാധ്യതയില്ലല്ലോ. അപ്പോഴാണ് ഹീറോ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത്. ആഹാ, അത് പറ, വെറുതെ അല്ല അല്ലേ? SI പറയുന്നുണ്ട്, റായി ഇത് നിന്റെ ഏരിയ അല്ല, ഇത് എന്റെ ഏരിയ അല്ലേ. അവനാണെങ്കിൽ വന്നിട്ട് സറണ്ടർ ആവും ചെയ്തിട്ടുണ്ട്. അപ്പോ അവൻ ചെയ്തത് എന്തൊക്കെയാന്ന് ഞാൻ കണ്ടുപിടിച്ചാ പോരെ. അപ്പൊ ഹീറോ, അത് ശരിയാവില്ലല്ലോ, കുറച്ച് നാളായി ഇവൻ എന്നെ വല്ലാതെ ചുറ്റിക്കുന്നത്. ഇവനെ പിടിച്ചു കൊണ്ടുപോകാനല്ല, ഇവനെ എൻകൗണ്ടറിൽ അങ്ങ് തീർത്ത് കളയാനാ. അങ്ങനെ ഗണ്ണ് പുറത്തെടുക്കുമ്പോ SI പറയുന്നുണ്ട്, അയ്യേ ഇതൊക്കെ ചെറിയ ചീള് കേസല്ലേ, ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കേസിനെ കുറിച്ച് പറയണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയെ നേരെ SIയുടെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മള് അക്കാദമി പഠിക്കുമ്പോ നീ ഇത്ര സോഫ്റ്റ് ആയിരുന്നില്ലല്ലോ. അവൻ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാന്ന് നിനക്ക് അറിയില്ലേ? 11 മേർഡേഴ്സ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 3 റേപ്പ്. എന്നിട്ടും നിനക്ക് അവനെ രക്ഷിക്കണമെന്നാ? അപ്പൊ SI പറയുന്നുണ്ട്, പ്രോബി റോയ് ഒരു സെക്കൻഡ് നിൽക്ക്, അവൻ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാല് ഒരുത്തനെ പിടിക്കുമ്പോഴേക്കും അവനെ എൻകൗണ്ടർ ചെയ്തങ്ങ് തീർത്തളയാൻ തീരുമാനിച്ചാലോ? നമ്മുടെ നാട്ടില് മീഡിയ പത്രങ്ങളൊക്കെ ഉള്ള കാര്യം നിനക്കറിയില്ലേ? കഴിഞ്ഞ 4 വർഷമായിട്ട് അവനെ പിടിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ പെർമിഷൻ വാങ്ങാതെ എങ്ങാനും നീ എൻകൗണ്ടർ ചെയ്താലേ പിന്നെ നിന്റെ കരിയറിന്റെ കാര്യം തന്നെ പോക്കാം. അപ്പൊ ഹീറോ, ഞാൻ അവനെ എപ്പോഴൊക്കെ പിടിച്ചാലും അവന്റെ ഒരു ബന്ധുവില്ലേ, ഏതോ ഒരു പ്രസിഡന്റ്, അയാള് പൈസ കൊടുത്ത് ലോയറെ കൊണ്ട് അവനെ എളുപ്പത്തിൽ ഇറക്കല്ലേ. അപ്പോ SI പറയുന്നുണ്ട്, ഇപ്പോ നമ്മുടെ നാടിനെ വിറപ്പിച്ചിട്ടുള്ള ഒരു സീരിയൽ കില്ലറെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ആ ഒരു പിരാന മീനെ കൊണ്ട് ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. നീയാണെങ്കിൽ ഓൾറെഡി ഇതുപോലുള്ള സൈക്കോ കില്ലേഴ്സിന്റെ കേസ് അന്വേഷണത്തിൽ കുറച്ചധികം ഇന്റലിജന്റും അല്ലേ. 2-3 കേസുകൾ നീ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോ നിനക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കേസ് നീ ഏറ്റെടുക്കുക. ഇപ്പോഴാണ് ഇതുപോലുള്ള കേസുകളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് നിന്നെ കൂടുതൽ ആവശ്യം. അങ്ങനെ ആ ഒരു സീരിയൽ കില്ലറിന്റെ കേസ് നമ്മുടെ ഹീറോയും ഏറ്റെടുക്കുകയാണ്. അടുത്ത സീനില് ഒരാള് ഒരു ബാറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആരാന്ന് വെച്ചാല് നമ്മുടെ ഈ കഥയിലെ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള ഇൻസ്പെക്ടറാണ്. ഹീറോയുടെ പേരെന്താന്ന് വെച്ചാല് പോദർ. അങ്ങനെ ഹീറോ നേരെ വന്നിട്ട് ആ ഒരു ബാറിലെ ബാർട്ടൻഡർ ആയിട്ടുള്ള പയ്യനുണ്ട്, അവനോട് ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ ഇയാളെ നിനക്കറിയോ? അവനാണെങ്കിൽ ഒരു പരിങ്ങലോടെ പറയുന്നുണ്ട്, ഇയാളെ എനിക്കറിയില്ല സാറേ. എന്നാല് അതവിടെ നിൽക്കട്ടെ, ഇയാൾ എപ്പോഴാ ബാറിലേക്ക് വരാറ്? അതും അറിയില്ല സാറേ. ഓഹോ, ഗമേത്രിയുടെ വീട് എവിടെയാ സാറേ? ഗമേത്രിയുടെ വീടും എനിക്കറിയില്ല. ഇതുവരെ നമ്മുടെ ഇൻസ്പെക്ടർ പോദർ അയാളുടെ പേരേ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ അവനെങ്ങനെയാ പേര് മനസ്സിലായേ? അവന്റെ കാരണം അടിച്ച് പോച്ചിട്ട് ചോദിക്കുന്നുണ്ട്, പേര് പറയാതെ നിനക്ക് അയാളെ മനസ്സിലായില്ലേ? അപ്പൊ അവനാണെങ്കിൽ ബെബെ അടിച്ചിട്ട്, സാറേ എന്ത് സാറ്, എന്റെ പേര് പറടാ. ഇൻസ്പെക്ടർ. അപ്പൊ ഒന്നുകൂടി കൊടുത്തിട്ട്, ഇൻസ്പെക്ടർ അല്ല പോദർ. അപ്പോ അവൻ പൊതർ സാർ എന്ന് പറയുമ്പോ വീണ്ടും അവനൊന്ന് കൊടുത്തിട്ട് ഇൻസ്പെക്ടർ പൊതർ അങ്ങനെ പറ. അങ്ങനെ പാവ അവന്റെ മുഖം ചുവന്നു തുടുത്തപ്പോ അവസാനം നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഇനി പൊന്നുമൻ പറ, എന്നാ അയാൾ അങ്ങോട്ട് വരാറ്? സാറേ എല്ലാ ആഴ്ചയും ബുധനാഴ്ച അയാൾ വരാറുണ്ട്. ആഹാ, ഇപ്പൊ നിനക്കറിയാലേ, നൈറ്റ് 11:30 കഴിഞ്ഞില്ലേ, ബാർ ക്ലോസ് ചെയ്യുന്ന ടൈമല്ലേ. അപ്പൊ
അപ്പോൾ വേഗം അടച്ചേക്ക്. എന്നാൽ അതേ ബാറിൽ തന്നെയാണ് നമ്മുടെ ഹീറോ റായ് ഉള്ളത്. അങ്ങനെ ഒരു ചെറുതടിച്ചിട്ട് സ്നാക്സിന് വെയിറ്റ് ചെയ്യുന്നു. അവസാനം ബാർ അടക്കാൻ പോകുന്ന അറിഞ്ഞപ്പോ അല്ല ആരെപ്പത് പറഞ്ഞെന്നറിയണല്ലോ. അങ്ങനെ ഇൻസ്പെക്ടറിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിയിട്ടേ കുറച്ച് സ്നാക്സ് വേണമായിരുന്നു. ബ്രാൻഡഡ് ഒന്നും വേണ്ട, ചെറിയ വല്ല മസാലക്കടലയോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഇൻസ്പെക്ടർ മര്യാദക്ക് വീട്ടിൽ പോയിക്കോ, ഇല്ലെങ്കിൽ IPC സെക്ഷനില് അകത്തം കിട്ടാളെ. അപ്പൊ ഹീറോ കേട്ടിട്ടുണ്ട്, ഇതെല്ലാം കുറെ കേട്ടിട്ടുണ്ട്, എന്താ പോലീസിനെ വിളിക്കണ? അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ പോലീസ് കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടർ മനസ്സിലാവുന്നത് ഹീറോ ഇൻസ്പെക്ടറിന്റെ ഹയർ ഓഫീസറാണ്. ഇൻസ്പെക്ടർ സാറേ ആള് മാറിപ്പോയതാ, ഒരു കുറ്റവാളിയെ പിടിക്കാൻ വന്നപ്പോ. അതൊക്കെ അവിടെ കേട്ടെ, നമുക്കൊരു വിസ്കി അടിച്ചാലോ? അപ്പൊ ഇൻസ്പെക്ടർ സാറേ ഡ്യൂട്ടി ടൈമില് ഈ രാത്രി 11:30 മണിക്കാ, എന്നാല് മോനൊരു ഗ്ലാസ് ബോൺവിറ്റ് വാങ്ങി തരട്ടെ, അല്ലെങ്കിലും നൈറ്റ് ഇപ്പൊ എന്ത് ഡ്യൂട്ടിയല്ലേ? അങ്ങനെ രണ്ടുപേരും കൂടി ചെറുതും അടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോ ആ ഒരു സൈക്കോ കില്ലർ കഥയുടെ ആരംഭത്തില് രാഗ എന്ന ഒരാളെ കൊലപ്പെടുത്തിയിരുന്നില്ലേ, അപ്പോ അയാളുടെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോ ആ ഒരു കേസ് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തില്ലേ. അപ്പോൾ അന്വേഷണത്തിന് വന്നിരിക്കുകയാണ്. ആ ഒരു ബാത്റൂം ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിറച്ച് ആ ഒരു പിരാന മീനുകള് രാഗയെ കടിച്ചു പറിച്ച് കഴിച്ചതിന്റെ രക്തം അണകെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഈ ഒരു മീന് സാധാരണ പിരാനല്ല, റെഡ് ഹണ്ട് പിരാന എന്ന് പറയാം. അതായത് പിരാനയിൽ തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഫിഷ് ഇതാണ്. എന്നിട്ട് അസിസ്റ്റന്റിനോട് അല്ല ഈ രാഗയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട് സാറേ ഇയാൾ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്യാങ്സ്റ്ററാണ്. ഇവന്റെ പേരിലാണെങ്കിൽ കുറേയധികം ക്രൈം കേസുകളുണ്ട്. ഇപ്പോ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവൻ കുറേയധികം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇവൻ ചെയ്യാറ് ഇവൻ ഇഷ്ടപ്പെട്ട കണ്ണായ സ്ഥലങ്ങൾ വളച്ചു പിടിക്കുക, ഇനിയിപ്പോൾ ആരെങ്കിലും എതിർത്താൽ അവരങ്ങ് തീർത്ത് കളയാം. എന്നിട്ട് ആ സ്ഥലത്ത് വലിയ വലിയ കോളേജുകൾ അതുപോലുള്ള മാളുകൾ അതൊക്കെ ബിൽഡ് ചെയ്യാനാണ്. എന്നാൽ ധൈര്യത്തിൽ ആർക്കും അവൻ എതിർക്കാനും പറ്റാറില്ല, കാരണം അവൻ ഭരണകക്ഷിയുടെ ആളല്ലേ. അങ്ങനെ ആ ഒരു ഏരിയയിലെ നമ്മുടെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അങ്ങേർക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇവന്റെ കൊലയുടെ പിന്നിലെ ആര് വേണമെങ്കിലും ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ, കാരണം അവന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായിരുന്നല്ലോ. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് അവിടുന്ന് ഒരു ബ്രേസ്ലെറ്റ് പോലെ എന്തോന്ന് കിട്ടുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അല്ല എന്താ സാറേ അത്? സാധാരണ ഓരോ ക്രൈം സീനിലും ആ ഒരു കുറ്റവാളി അറിഞ്ഞുകൊണ്ടോ ചിലപ്പോൾ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ ഒരു എവിഡൻസ് വിട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടെത്തുന്ന ആള് എപ്പോഴും ഹീറോ ആയിട്ടും അവസാനം വരെ അത് കണ്ടെത്താൻ പറ്റാത്ത ആള് അസിസ്റ്റന്റ് നിങ്ങളെ പോലെ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും. ഈ ഒരു ബ്രേസ്ലെറ്റ് ആ ഒരു സൈക്കോ നമ്മുടെ കണ്ണിൽ പെടാനായിരിക്കാം ചിലപ്പോ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ എവിഡൻസ് ആയിട്ട് ഹീറോ അത് കളക്ട് ചെയ്തൊക്കെയാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ഈ മീനുകളിലേക്ക് വെക്കുന്ന അക്വേറിയം ഷോപ്പിലേക്കാണ്. എന്നിട്ട് ഓണറോട് ചോദിക്കുന്നുണ്ട് ഈ റെഡ് ബിൽഡ് പിരാന അത് എവിടെ കിട്ടുക? അപ്പോ ഓണർ പറയുന്നുണ്ട് സാറേ ആ ഒരു ഫിഷ് ഭയങ്കര ഡേഞ്ചർ അല്ലേ, അത് അങ്ങനെ ഈസി ആയിട്ട് ആർക്കും കിട്ടാറില്ല, നമ്മൾ എന്തായാലും ഡീൽ ചെയ്യുന്നില്ല, നമ്മൾ ചെറിയ ഗൗരമി ഫൈറ്റർ അതുപോലത്തെ ഫിഷുകളൊക്കെയാണ് ഡീൽ ചെയ്യാറ്. അപ്പൊ ഹീറോ നിങ്ങൾ വിൽക്കുന്ന മീനുകളെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല, റെഡ് ബൈൽഡ് പിരാന അത് എവിടെ കിട്ടാനാ സാധ്യത? അപ്പോൾ ഓണർ പറയുന്നുണ്ട് സാറേ ഞങ്ങൾ മീൻ എടുക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്, ആ ഒരു ഡീലറെ കോൺടാക്ട് ചെയ്താൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അയാളുടെ നമ്പറും നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള ഇൻസ്പെക്ടർ ഇല്ലേ, അങ്ങേരുടെ ഏരിയയിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോഴാണ് റെഡ് സ്ട്രീറ്റ് ഏരിയയിൽപ്പെട്ട ഒരു അമ്മ തന്റെ മകനുമായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു കുട്ടിയെ കണ്ടപ്പോ നമ്മുടെ ഹീറോ പഴയ ഓർമ്മയിലേക്ക് പോവാണ്. അതായത് നമ്മുടെ ഇൻസ്പെക്ടറും ഒരു അനാഥനായിരുന്നു, ഇൻസ്പെക്ടറിനെയും ഇതുപോലെ ഒരു അമ്മയാണ് എടുത്തു വളർത്തിയിരുന്നത്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ആ ഒരു സീരിയൽ കില്ലറെയാണ്. അങ്ങേരിപ്പോ നേരെ വന്നിട്ടുള്ളത് ഒരു മസാജ് സെന്ററിലേക്കാണ്. അതായത് കില്ലർ രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്തതാണ്. അങ്ങേരോട് സൈക്കോ ചോദിക്കുന്നുണ്ട് അല്ല സാറേ എന്ത് മസാജ് ചെയ്യണ്ടേ, വലിയ ഹാർഡായിട്ടുള്ളത് വേണ്ട, ഒരു മീഡിയം മെത്തേഡിൽ ചെയ്തോ. അപ്പോൾ സൈക്കോ പറയുന്നുണ്ട് സാറേ ഒരു പുതിയ മെത്തേഡ് വന്നിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അധികം വേദന ആവില്ലെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ സൈക്കോ കൊണ്ടുവന്ന ഒരു ഇരുമ്പിന്റെ ആമയുടെ പാവയുണ്ട്, അത് വെച്ചിട്ട് അയാളുടെ തലയുടെ പിൻഭാഗം അടിച്ചു പൊട്ടിച്ചിട്ട് അയാളെ കൊന്നുകളയാണ്. എന്നിട്ട് ആമയുടെ ആ ഒരു പാവയും അതുപോലെ ഒരു ബ്രേസ്ലെറ്റും വെക്കാറില്ലേ അതും അതേ ക്രൈം സീനിൽ വെച്ചിട്ട് രണ്ടാമത്തെ കൊലപാതകവും താൻ തന്നെയാണ് ചെയ്തതെന്ന് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഒരു സൈക്കോ അവിടുന്ന് പോവാണ്. അടുത്ത സീനില് നമ്മുടെ കമ്മീഷണർ ഇല്ലേ ഇൻസ്പെക്ടറെ വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ഹീറോ ഉണ്ട്. ഹീറോയെ ഇൻസ്പെക്ടർക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് സാറേ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ കമ്മീഷണർ അതെന്തായാലും നന്നായി, പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ സിറ്റിയിൽ തുടർച്ചയായിട്ട് ഇപ്പോൾ 2 കൊലപാതകം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ്സുകാരനെ മസാജ് സെന്ററിൽ വെച്ചിട്ട് അതേ സൈക്കോ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സീരിയൽ കില്ലർ കേസ് റേയെ അസിസ്റ്റ് ചെയ്തിട്ട് നിനക്ക് അന്വേഷിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് അത് ചോദിക്കാനുണ്ടോ? അല്ല സാറേ ഈ ഒരു 2 കൊലപാതകവും സീരിയൽ കില്ലിംഗ് ആണ്, എങ്ങനെയാ ഇപ്പൊ
നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ആ ഒരു 2 സ്ഥലത്ത് നിന്നും ഒരേപോലെയുള്ള 2 ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കൊല്ലപ്പെട്ട വിക്ടിമിന്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അവൻ അധിക പലിശക്ക് വട്ടിപ്പലിശക്ക് ലോൺ കൊടുക്കുന്ന ഒരുത്തനായിരുന്നു. അങ്ങനെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആർക്കും തന്നെ അവൻ ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അവനിപ്പോ റോള് ചെയ്യുന്ന പാർട്ടിയുടെ അനുയായിയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ആദ്യത്തെ കൊലപാതകത്തില് അവൻ പിരാന മീനെയാണ് യൂസ് ചെയ്തത്, രണ്ടാമത് ആ ഒരു ആമയുടെ പാവ. അപ്പൊ ഇതിലൂടെ നമ്മുടെ കില്ലർ എന്തോ കൺവേ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവസാനം നമ്മുടെ ഹീറോയ്ക്ക് അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ മീന് അതുപോലെ ആമ ഇതൊക്കെ വിഷ്ണുവിന്റെ അവതാരങ്ങളാണ്. അതായത് ആ ഒരു സീരിയൽ കില്ലർ സ്വീകരിച്ചുള്ള മെത്തേഡ് പുരാണ കഥകൾ ആസ്പദമാക്കിയിട്ട് കൊലപാതകം ചെയ്യലാണ്. വിഷ്ണുവിന് മൊത്തത്തില് 10 അവതാരങ്ങളുണ്ട്. ഇപ്പോ 2 അവതാരത്തില് 2 കൊലപാതകം ചെയ്തിട്ടില്ലേ, ഇനിയിപ്പോ ബാക്കി 8 കൊലപാതകം കൂടി ആ ഒരു സൈക്കോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു അവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് അവര് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോ നിലവിലെ കൊല്ലപ്പെട്ട 2 ആളുകളുടെ പ്രൊഫൈൽ എടുത്തു നോക്കുമ്പോൾ അവർ 2 പേരും ജനങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തിയ, അതായത് പ്രത്യേകിച്ച് സൊസൈറ്റിക്ക് ഒരു ഉപകാരമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 ആളുകളെ തന്നെ ആ ഒരു സൈക്കോ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തണമെങ്കിൽ ആ ഒരു പുരാണ കഥ വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആ ഒരു സൈക്കോ ഇപ്പൊ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുക അവനിപ്പോ വിഷ്ണുവിന്റെ മറ്റൊരു അവതാരമാണെന്നായിരിക്കാം. അതുകൊണ്ടാണ് തിന്മകൾ ചെയ്യുന്ന ആളുകൾ മാത്രമായിട്ട് അവൻ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സീനില് നമ്മുടെ സൈക്കോ ഇല്ലേ, സൈക്കോയ്ക്ക് ആരോ ഫോൺ ചെയ്തിട്ട് ഏതോ ഒരു ഡോക്ടർ ചെയ്തിട്ടുള്ള ചില ക്രൂരതകളെ കുറിച്ച്, അതായത് അങ്ങേര് സർജറി ചെയ്ത് 2 ആളുകളെ പാരലൈസ് ആക്കിയതിനെ കുറിച്ചും അയാള് വാങ്ങുന്ന കൈക്കൂലിയെ കുറിച്ചൊക്കെ ചില ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോ നമ്മുടെ സൈക്കോയിലെ പുരാണത്തിലെ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും ഓരോന്നോരോന്നായിട്ട് ഒരു മന്ത്രം പോലെ ഉച്ചരിക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഇൻസ്പെക്ടറിലെ ഹീറോയെ കാണാൻ വന്നിരിക്കുകയാണ്. അതായത് ഓൾറെഡി ആ ഒരു പിരാന മീനെ കുറിച്ചിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ അന്വേഷിച്ചിറങ്ങിയിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല, ഡെഡ് എൻഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൺട്രിയിൽ പിരാന പോലത്തെ ഡേഞ്ചർ ആയിട്ടുള്ള എല്ലാ അനിമലും ബാൻഡ് ആണ്. അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരാൾ കൊണ്ടുവരാൻ വിചാരിച്ചാലും വൈൽഡ് ലൈഫ് സെക്യൂരിറ്റി ഒക്കെ കടന്നിട്ടുണ്ട് വരാന്. പിന്നെ ആ ഒരു സൈക്കോ എങ്ങനെയാണ് അയാളുടെ വിക്ടിംസിനെ അടുത്തതായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. നിലവിൽ ഇപ്പൊ കൊല്ലപ്പെട്ട 2 ആളുകളും പുരുഷന്മാരായതുകൊണ്ട് ചിലപ്പോൾ പുരുഷന്മാരെ മാത്രമായിരിക്കും അവൻ കൊലപ്പെടുത്തുക. എന്നാൽ ഹീറോ പറയുന്നുണ്ട് അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ നിലവിൽ കൊല്ലപ്പെട്ട 2 ആളുകളും സൊസൈറ്റിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുകളാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, അതുപോലെ മോശമായിട്ടുള്ള പ്രൊഫൈലുള്ള ഏതൊക്കെ ആളുകൾ നമ്മുടെ സിറ്റിയിലുണ്ട് അവരുടെ ഒരു ലിസ്റ്റ് എടുക്കാം. അടുത്ത സീനില് നമ്മുടെ സൈക്കോ ഇല്ലേ, അങ്ങനെ കുറച്ചു നേരത്തെ ടാർഗറ്റ് ചെയ്ത ആ ഒരു ഡോക്ടർ റെഗുലറായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ അങ്ങേക്കുള്ള ഫുഡ് വെയിറ്റർ കൊണ്ടുപോയി സെർവ് ചെയ്യാറാണ്. എന്നാൽ ആ ഒരു വെയിറ്റർ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സീരിയൽ കില്ലർ ആ ഒരു ഫുഡ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോയിസൺ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡ് മാറ്റി വെക്കുകയാണ്. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ആ ഒരു ഡോക്ടർ പോയിസണുള്ള ഫുഡ് എടുത്ത് കഴിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ നൊര തുപ്പിയിട്ട് അയാൾ മരണപ്പെട്ടു പോണ്. അങ്ങനെ ആ ഒരു ക്രൈം സീനിലേക്ക് നമ്മുടെ ഹീറോയും ഇൻസ്പെക്ടർ വന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു പോർക്ക് സോസേജ് ഫുഡിലായിരുന്നു പോയിസൺ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പിന്നിലും ആ ഒരു സൈക്കോ തന്നെയാണെന്ന് ഉറപ്പിക്കണ്ടേ. അപ്പോൾ അതേ സ്ഥലത്ത് വെച്ച് ആ ഒരു ബ്രേസ്ലെറ്റും അവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഉറപ്പായിട്ടുണ്ട് ഇതിന്റെ പിന്നിലും ഓൾറെഡി ഇവര് തേടിക്കൊണ്ടിരിക്കുന്ന അതേ സീരിയൽ കില്ലർ തന്നെയാണ്. അങ്ങനെ മാനേജർ ചോദിക്കുന്നുണ്ട് സംശയം തോന്നുന്ന രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഹോട്ടലിൽ കണ്ടിരുന്നോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഫുഡൊക്കെ കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുക ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും ആയിരിക്കില്ലേ. ഇപ്പോൾ അടുത്ത ആരെങ്കിലും ജോലിക്ക് ചേർന്നിട്ടുണ്ടോ? അപ്പോൾ മാനേജർ പറയുന്നുണ്ട് ഒരാളിപ്പോൾ അടുത്ത് ചേർന്നിട്ടുണ്ട്, അവന്റെ ജോലി കിച്ചണിലായിരിക്കും. അങ്ങനെ അവനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിനുള്ളില് നമ്മുടെ സൈക്കോ അവിടുന്ന് ഓടി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കില്ലർ അടുത്ത് കിട്ടിയില്ലേ, അവന്റെ പിന്നാലെ നമ്മുടെ ഹീറോയും ഇൻസ്പെക്ടറും പാഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഒരുതിനെ ചവിട്ടി തെറിപ്പിച്ച് അവന്റെ ബൈക്ക് എടുത്ത് അവിടുന്ന് പറക്കുകയാണ്. അവസാനം ആ ഒരു ബൈക്ക് ക്രാഷായിട്ട് അവനെ ലോക്ക് ചെയ്യാന്ന് നമ്മുടെ ടീം കരുതി നിൽക്കുമ്പോഴാണ് ഒരു റെയിൽവേ പാളത്തിലൂടെ അവൻ ക്രോസ് ചെയ്ത് പോകുന്നതും ഉടനെ തന്നെ ട്രെയിൻ പാസ് ചെയ്യുന്നതും. അങ്ങനെ സീരിയൽ കില്ലർ നമ്മുടെ ഇൻസ്പെക്ടറിന്റെയും ഹീറോയുടെയും കണ്ണില് മണ്ണിട്ടിട്ട് രക്ഷപ്പെട്ടു പോവാണ്. ആദ്യം നടന്ന 2 കൊലപാതകങ്ങള് അധികം മീഡിയയിലൊന്നും സ്പ്രെഡ് ആവാത്തതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ മൂന്നാമത് ആ ഒരു സൈക്കോയുടെ പിന്നാലെ നമ്മുടെ ഇൻസ്പെക്ടറും ഹീറോയും പാഞ്ഞു പോയിരുന്നില്ലേ, ആ ഒരു വിഷ്വൽസ് മീഡിയക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കമ്മീഷണർ വിളിപ്പിച്ചിട്ട് 2 ആളുകളുടെ മേലെയും പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് സാറേ നമുക്കറിയാലോ ഇതുപോലൊരു സീരിയൽ കില്ലർ കേസ് ആകുമ്പോൾ ഉറപ്പായിട്ടും മീഡിയ നല്ലോണം പ്രഷർ ചെലുത്തും. ഇപ്പോൾ സാറിന് മീഡിയയുടെ വായടക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തിന് കൊലയാളിയാണെന്ന് ഞാനങ്ങ് പിടിച്ചുകൊണ്ട് തരാം. അതല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലിംഗ് സ്റ്റോപ്പ് ചെയ്യണം. യഥാർത്ഥ കൊലയാളെ പിടിക്കണമെങ്കിൽ എനിക്ക് കുറച്ചധികം സാവകാശം വേണം. ഓൾമോസ്റ്റ് റൈറ്റ് റൂട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനത്തിൽ കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഓപ്പൺ ആയിട്ട് പറയുന്നതുകൊണ്ട് സാറിനോട് ചിലപ്പോൾ ദേഷ്യം തോന്നിയേക്കാം, എന്നെ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാനും പറ്റും. എന്നിട്ട് നമ്മുടെ ഹീറോ ഇല്ലേ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് പറയുന്നുണ്ട് പിന്നെ സാറിനറിയാലോ ഈ ഒരു കേസ് അന്വേഷിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ലാന്ന്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയെ നോക്കുകയാണ്. അല്ല ഞാനല്ല, നമ്മൾ 2 പേരല്ലാതെ. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് നിങ്ങളുടെ മേലെ ഒരു സ്ട്രെസ്സും ചെലുത്തുന്നില്ല, അടുത്തൊരു കൊലപാതകം നടക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു സീരിയൽ കില്ലറെ പിടിക്കാൻ നോക്കുക. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടറിലെ ഹീറോയോട് ചോദിക്കുന്നത് അല്ല സാറേ ആദ്യം കൊല്ലപ്പെട്ട 2 ആളുകൾ സൊസൈറ്റിക്ക് ഒരു രീതിയിൽ ത്രെട്ടായിരുന്നു എന്ന് പറയാം,
എന്നാൽ ഇപ്പൊ മൂന്നാമത് കൊല്ലപ്പെട്ടത് ഒരു ഡോക്ടർ ആയിരുന്നില്ലേ? ജനങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഹീറോ അയാളുടെ പ്രൊഫൈല് ഞാൻ എടുത്തു നോക്കിയിരുന്നു. അയാളുടെ ആർത്തി കാരണവും കയ്യിലിരിപ്പ് കാരണവും 2 ആളുകളുടെ ജീവൻ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഒരാള് പാരലൈസ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ സൈക്കോയുടെ പ്ലാന് അത് പക്കയായിട്ട് തന്നെയാണ് അവൻ നിറവേറ്റിയത്. അങ്ങനെ കേസിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസിസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട്, സാറേ ഒരു ലേഡി കാണാൻ വന്നിട്ടുണ്ട്. അവര് പറയുന്നത് അവരാ സീരിയൽ കില്ലറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ്. ഇതുവരെ ഒരു ലീഡും കിട്ടാതെ നമ്മുടെ ഹീറോയും ഇൻസ്പെക്ടറും തലപോഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ. ആ ഒരു ലേഡി പറയുന്നുണ്ട്, എന്റെ പേര് മൈത്രി എന്നാണ്, ഞാനൊരു സൈക്കോളജി ഡോക്ടറാണ്. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലറില്ലേ, അവൻ എന്റെ പേഷ്യന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും അവൻ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെ. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ തുറന്ന് പറയാൻ തീരുമാനിച്ചെന്താ? അപ്പോൾ മൈത്രി പറയുന്നുണ്ട്, സാറ് നമ്മുടെ സൊസൈറ്റിക്ക് അപകടമായിട്ടുള്ള ഒരാളല്ലേ അവൻ, അതുകൊണ്ടാണ് പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ കരുതിയത്. അങ്ങനെ നമ്മുടെ മൈത്രിയുടെ വാക്കുമൂലമില്ലേ, അത് നമ്മുടെ ഇൻസ്പെക്ടർ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറ. അവന്റെ പേര് വിഷ്ണു വർദ്ധൻ എന്നാണ്. അവൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്നെ കാണാൻ വന്നിരുന്നത്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അവന്റെ അഡ്രസ്സ് മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ മൈത്രി പറയുന്നുണ്ട്, സാറേ അവരെ അഡ്രസ് ഒന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഹീറോ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഇല്ലാന്നോ? പിന്നെ അവന്റെ കളർ വെച്ച് വേണോ നമ്മൾ കണ്ടുപിടിക്കാൻ? അപ്പോൾ മൈത്രി പറയുന്നുണ്ട്, സാറേ അയാളെന്നെ കാണാൻ വന്നപ്പോൾ അയാളുടെ പ്രോബ്ലം എന്താണെന്ന് കേൾക്കാനാണ് ഞാൻ ശ്രമിച്ചേ. അല്ലാതെ അയാളിപ്പോ നാളെ ഇറങ്ങിയിട്ട് ആൾക്കാരെ കൊല്ലാൻ പോകും, സീരിയൽ കില്ലറായിട്ട് മാറുന്നത് എനിക്ക് നേരത്തെ അറിയാൻ പറ്റുമോ? പിന്നെ അവൻ എന്നെ കാണാൻ വന്നത് ഒരു സാധാരണ നോർമൽ പേഷ്യന്റിനെ പോലെയാണ്. എന്തോ ചെറിയ മെന്റൽ ഡിസ്റ്റർബ് ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അന്ന് അവൻ കുറെ നേരം ഡിസ്കസ് ചെയ്തത് വിഷ്ണുവിന്റെ അവതാരത്തെ കുറിച്ചായിരുന്നു. എന്നാൽ അവന്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് അവനെ തന്നെ ഒരു ദൈവമായിട്ട് കാണാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയ്ക്ക് താങ് കൊടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ ചില ആളുകളുണ്ട്. എന്നിട്ട് മൈത്രി പറയുന്നുണ്ട്, അവൻ്റേത് ഒരു തരത്തിലുള്ള ഡിസോർഡർ ആണ്, അതിനെ പറയാ NPD എന്നാണ്, അതായത് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവൻ കരുതി വെച്ചിട്ടുള്ളത് അവൻ വിഷ്ണുവിന്റെ അവസാനത്തെ അവതാരാണെന്നാണ്. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് കലിക്കെക്കുറിച്ചാണോ? എക്സാക്ട്ലി അത് തന്നെയാണ്. ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെ ആ ഒരു സൈക്കോ ആണെന്ന് എനിക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് വെച്ചാൽ, ആദ്യം അവൻ കൊലപാതകം ഉപയോഗിച്ചത് ആ ഒരു മീനുകളെയല്ലേ, രണ്ടാമതായിട്ട് ആ ഒരു ആമയെ, പിന്നെ മൂന്നാമതായിട്ട് പിഗിന്റെ മീറ്റർ ഓളല്ലേ. അപ്പോൾ ഇതിൽ നിന്നാണ് എനിക്ക് ആ സൈക്കോ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായത്. ആ ഒരു സൈക്കോ എങ്ങനെയാണ് ഈ മർഡേഴ്സിൽ ഇൻഫ്ലുവൻസ് ആയെന്ന് വെച്ചാൽ, അവന്റെ അച്ഛൻ ഇടക്കിടക്ക് പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ അവതാരങ്ങളെ കുറിച്ചും അതുപോലെ മറ്റ് മതത്തിലുള്ള ഓരോ മെസ്സഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ, നോഹയെ കുറിച്ച്. എന്നാൽ കൂടുതലായിട്ട് വിഷ്ണുവിന്റെ അവതാരത്തെ കുറിച്ചായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കഥകൾ കേട്ട് നമ്മുടെ സൈക്കോയ്ക്ക് പതിയെ ബോറടിക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, അവൻ തന്നെ മറ്റ് എല്ലാ റിലീജിയസിലെയും ആത്മീയ കഥകളെടുത്ത് സ്വന്തം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ കഥകളിലും അവന്റെ മനസ്സ് ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അതായത് എല്ലാ പുരാതന മതവിശ്വാസങ്ങളിലും ആ ഒരു കാലഘട്ടത്തിൽ തെറ്റ് ചെയ്തിരുന്ന ജനങ്ങൾക്ക് ദൈവം അവർക്ക് അർഹിച്ച ശിക്ഷ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറ്റകൃത്യങ്ങൾ പഴയതിലും പല ഇരട്ടി അധികരിച്ചിട്ടും അവർക്ക് ശിക്ഷ കിട്ടുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും എന്റെ മനസ്സിൽ ഈ ഒരു ചിന്തകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്? അതായത് എന്നെ ദൈവം തന്നെ ലീഡ് ചെയ്യാണ് ഈ ഒരു കുറ്റകൃത്യങ്ങളൊക്കെ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കാന്. അതായത് ഞാൻ തന്നെ ദൈവത്തിന്റെ അവസാനത്തെ അവതാരമായിട്ടുള്ള കൽക്കിയാണ്. അങ്ങനെ സൈക്കോ തന്നെ അവനൊരു ദൈവമാണെന്ന് സ്വയം തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ആ ഒരു സൈക്കോ വിഷ്ണുവിന്റെ അവതാരങ്ങളെ തന്നെ സെലക്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്തുകൊണ്ടാണ് അവനെ അംഗീകരിക്കാൻ പറ്റാത്തെന്ന് വെച്ചാൽ, അവൻ കൊലപ്പെടുത്തുന്നതൊക്കെ മോശപ്പെട്ട ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന ആളുകളെ തന്നെയാണ്. എന്നാലും അവരും മനുഷ്യരല്ലേ, അവർക്കും ജീവിക്കാനുള്ള അവകാശം ഈ ലോകത്തില്ലേ. ഒരു ജീവൻ എടുക്കാനും ഈ ലോകത്ത് ആർക്കും അവകാശമില്ല. അവൻ്റേത് ഒരു മാനസിക അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി അവൻ കാരണം ആരും കൊല്ലപ്പെടാൻ പാടില്ല. ഉടനെ തന്നെ അവൻ അറസ്റ്റ് ചെയ്യാൻ നോക്ക്. അടുത്ത സീല് നമ്മുടെ സൈക്കോ ഇല്ലേ, അവന്റെ 4ാമത്തെ വിക്ടിമിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങേര് ആരാന്ന് വെച്ചാൽ ഒരു വക്കീലാണ്. അങ്ങേര് ഒരു ലിഫ്റ്റിൽ കയറി ഉടൻ തന്നെ ആ ഒരു ലിഫ്റ്റിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് അത് പാഞ്ഞ താഴത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മുടെ ഹീറോയിൻ ടീം വന്നു നോക്കുമ്പോൾ ആ ഒരു ലോയറിന്റെ ഫാമിലി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ലിഫ്റ്റിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ കാണുന്നത്. ആ ഒരു വക്കീലില്ലേ, അങ്ങനെ ആ സൈക്കോ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. അല്ല, ഈ ഒരു വക്കീലിനെ എന്തിനായിരിക്കും സൈക്കോ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനൊരു ക്രിമിനൽ ലോയറാണ്. അത് മാത്രല്ല, അയാള് വാദിച്ചത് മൊത്തം സൊസൈറ്റിക്ക് ആപത്തായിട്ടുള്ള ആളുകളെയാണ്. അതിനിടയിൽ 100 ആളുകളെ കൊന്നുകളഞ്ഞ ഒരു തീവ്രവാദി വരെ ഈ ഒരു വക്കീല് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് നീതി വാങ്ങിക്കൊടുക്കാന്നുള്ള ആ ഒരു ചിന്തയിലാണ് സൈക്കോ ആ ഒരു ലോയറെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊന്നു തള്ളിയത്. നമ്മുടെ ഹീറോയ്ക്കും ഇൻസ്പെക്ടറിനും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കില്ലർ ആളുകളെ തുടർച്ചയായിട്ട് കൊന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ആ ഒരു കില്ലർ എങ്ങനെയാണ് ഉണ്ടാവുക? അവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സൈക്കോളജി ഡോക്ടർ മിത്ര കൂടിയില്ലേ. അപ്പോൾ വേഗം തന്നെ അവന് ലോക്ക് ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സൈക്കോളജി ഡോക്ടർ മിത്ര വിളിച്ച് പറയുന്നത്, സാർ എനിക്കൊരു കാര്യം ഓർമ്മ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഞാനാണ് അവന്റെ വീട്ടിന്റെ അരികിൽ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ ഹീറോ ടീമിനെ കൂട്ടിയിട്ട് ആ ഒരു ഏരിയ മുഴുവൻ ലോക്ക്
ചെയ്തിട്ട് അവസാനം അഡ്രസ്സിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ വേറെ ഒരാളാണുള്ളത്. അതായത് അന്ന് ഡോക്ടർ മിത്രയോട് സൈക്കോ പറഞ്ഞത് ഒരു ഫേക്ക് അഡ്രസ് ആയിരുന്നു. നമ്മുടെ സൈക്കോ നൈസായിട്ട് ഡോക്ടർ തന്നെ പറ്റിച്ചു പോയതാണ്. എന്നിട്ട് നമ്മുടെ ഇൻസ്പെക്ടറിനോട് ഹീറോ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്, ആ ഒരു ഡോക്ടറിന്റെ ഓഫീസിലേക്ക് പോയിട്ട് ആ ഒരു സൈക്കോ ചെക്കപ്പിന് അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസും ബാക്കി കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ ആ ഒരു ഡോക്ടറിന്റെ ഓഫീസിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടറെ, നിങ്ങളെ കാണാൻ വരുന്ന പേഷ്യൻസിന്റെ ഈ റെക്കോർഡ്സ് ഓഡിയോ റെക്കോർഡ് പോലെ നിങ്ങൾ സൂക്ഷിക്കാറില്ലേ? അപ്പോൾ മൈത്രി പറയുന്നുണ്ട്, ഞാൻ പഴയ മെത്തേഡാണ് യൂസ് ചെയ്യാറ്, അതായത് ഈ നോട്ടിലൊക്കെ എഴുതില്ലേ, അങ്ങനെ നോട്ടിൽ എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മൈത്രി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളൊരു പോലീസുകാരനല്ലേ, എന്നിട്ട് എന്താ യൂണിഫോം ധരിക്കാത്ത? അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഞാനതിന് ഹോമിസൈഡ് സെക്ഷനിലാണ്, അതായത് ഈ സീരിയൽ കില്ലിങ് അതുപോലെ മർഡർ കേസുകളൊക്കെ അന്വേഷിക്കുന്ന സെക്ഷനാണ്. എന്തെങ്കിലും ഒഫീഷ്യൽ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ യൂണിഫോം ധരിക്കാറുള്ളൂ. പിന്നെ മൈത്രി, നിങ്ങളൊരു ഡോക്ടറല്ലേ, എന്നിട്ട് നിങ്ങൾ ഡോക്ടറിനെ പോലെ വെള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുന്നില്ലല്ലോ, ഇതൊക്കെ നമ്മുടെ ഒരു കംഫർട്ട് അല്ലേ? അങ്ങനെ ഇടക്കിടക്ക് നമ്മുടെ സൈക്കോളജി ഡോക്ടറെ ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യത്തിന് ഇൻസ്പെക്ടർ മീറ്റ് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ ഒരു നല്ല ബോണ്ടിങ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോ സൈക്കോയെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്ന, അതായത് ഒരിക്കൽ ഹോട്ടലിൽ നിന്ന് സൈക്കോ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നില്ലേ, അപ്പോൾ സൈക്കോ കണ്ടതോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പറയുന്ന ആ ഒരു സൈക്കോയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ അയാൾ ഹോട്ടലിൽ വെച്ചിട്ട് ആരോട് സംസാരിക്കാറുണ്ട്, ഏതോ ടീച്ചറോ അങ്ങനെ ആരോ. ഇനിയിപ്പോ അയാൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതായിരിക്കോ അല്ലെങ്കിൽ അയാൾക്ക് അറിയുന്ന ഏതെങ്കിലും ടീച്ചറാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇൻസ്പെക്ടറിലെ ഡോക്ടറുമായിട്ട് പ്രണയത്തിലായിട്ടുണ്ട്. രണ്ടുപേരും അടിച്ചു പൊളിച്ച് നാട് മുഴുവൻ ചുറ്റുകയാണ്. ഒരു ഭാഗത്ത് സീനിയർ ഓഫീസറായ നമ്മുടെ ഹീറോ കൊലയാളിയെ കുറിച്ച് ഒരു തുമ്പം കിട്ടാതെ തല പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഡോക്ടറെയും കറക്റ്റ് ചെയ്തിട്ട് ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ ഒരു കാഴ്ച നമ്മുടെ സൈക്കോയും കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയെ മീറ്റ് ചെയ്യാൻ വന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, ഡോക്ടർ മൈത്രി അവരുടെ ലൈഫ് നമ്മൾ റിസ്കിലാക്കുകയാണോ എന്ന് തോന്നുന്നുണ്ട്. പോലീസിനെ ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, ഇനി എങ്ങാനും അവർ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം സൈക്കോ അറിഞ്ഞാലോ, അതുകൊണ്ട് അവർക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ നമുക്ക് ഏർപ്പെടുത്തിയാലോ. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല സൈക്കോ എങ്ങനെ ഇപ്പൊ അതറിയാനുള്ള സാധ്യത? അവളുടെ കൂടെ പോലീസുകാരായിട്ടുള്ള നീ എന്താ പുറത്ത് ടൗണിലൊക്കെ ചുറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ചിലപ്പോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കായിരിക്കൂലേ കൂടുതൽ സങ്കടാവുക? അപ്പോൾ ഇൻസ്പെക്ടറിന് വല്ലാതെ ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട്, സാറേ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണ്ട. അപ്പൊ ഹീറോ, ഇടപെട്ടാലും നീ എന്താ ചെയ്യുക, നീ ഒന്ന് ചെയ്ത് കാണിക്കേ. അപ്പൊ ഇൻസ്പെക്ടർ, സാറേ നിങ്ങളുടെ അവസ്ഥ എന്താണ്, രോഗം എന്താണെന്ന് എനിക്കറിയാം, എനിക്ക് മാത്രമല്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിൽ അറിയാം. അപ്പൊ ഹീറോ, ആഹാ എന്നാ പിന്നെ നീ ഇത് പറഞ്ഞിട്ട് പോയത് എന്താ? അത് സാർ ഒരു ജർമ്മൻ വാക്ക് കേട്ടിട്ടുണ്ടോ, ഷെർമൻ ഫോയ്ഡ, അതായത് മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ ആനന്ദിക്കാൻ തോന്നുന്ന മനസ്സിന്റെ അവസ്ഥ അത്. അതുകൊണ്ടാണ് എല്ലാ ആളുകളെയും സാറ് വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫാമിലി നഷ്ടപ്പെട്ടതിന് ബാക്കിയുള്ള ആളുകളുടെ തലയിൽ കയറിയിട്ട് കാര്യമില്ല. അത് ഹീറോയ്ക്ക് വല്ലാതെ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് ആവാണ്. അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആ ഒരു സൈക്കോയിലെ ഒരു ചെറിയ പയ്യനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വല്ലാതെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ടീച്ചർ, അല്ല എന്തിനാ നീ അവൻ ഉപദ്രവിക്കുന്നത് ചോദിക്കുമ്പോൾ അവൻ എന്റെ ഫുഡ് എടുത്ത് കഴിച്ചിട്ടാ. അപ്പൊ ടീച്ചർ, അതിന് ശിക്ഷ ദൈവം കൊടുക്കില്ലേ? അന്ന് കുഞ്ഞ് സൈക്കോ പറഞ്ഞത്, നമ്മളെല്ലാവരും ദൈവമാണ്, നമ്മുടെ കൺമുമ്പിൽ ഒരാൾ അനീതി ചെയ്യുമ്പോൾ അതിനെതിരെ നമ്മൾ വേണം പ്രതികരിക്കാനേ. ഇൻവെസ്റ്റിഗേഷന്റെ ഇടയിൽ നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാതുണ്ടായി പ്രശ്നമായില്ലേ. അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻസ്പെക്ടറെ സമാധാനിപ്പിക്കാനായിട്ട് ഡോക്ടർ വരികയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ആ ഒരു സമയത്ത് അങ്ങേരെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാനും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു, എന്നാൽ അങ്ങനെ പറയണമെന്ന് മനസ്സിൽ കരുതിയില്ല. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഇൻസ്പെക്ടറെ സമാധാനിപ്പിച്ച് പറയുന്നുണ്ട്, നമ്മുടെ സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മറക്കരുത്, ആരുടെ ജീവൻ വേണമെങ്കിലും ഏത് നിമിഷവും നഷ്ടപ്പെടാം. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സൈക്കോയെ ഫൈൻഡ് ചെയ്യലാണ്. അടുത്ത സീനില് ആ ഒരു സൈക്കോയിലെ അവന്റെ അടുത്ത ടാർഗറ്റിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങേര് ആരോന്ന് വെച്ചാൽ അങ്ങേര് ഒരു പ്രൊഫസറാണ്. ആ ഒരു പ്രൊഫസർ തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഒരു ട്രെയിന് കാത്തുവെക്കുമ്പോൾ പിന്നാലെ വന്ന ആ ഒരു സൈക്കോയിലെ അങ്ങേരെ തള്ളി ട്രാക്കിലേക്ക് ഇടുകയാണ്. ആ ഒരു ട്രെയിന് കയറി അതേ സ്ഥലത്ത് വെച്ച് ആ ഒരു പ്രൊഫസറും മൃഗീയമായിട്ട് കൊല്ലപ്പെടാണ്. അടുത്ത സീനില് നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയെ കാണാൻ വന്നിരിക്കുകയാണ്. കാരണം ആ ഒരു പ്രൊഫസറിനെയും സീരിയൽ കില്ലർ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയില്ലേ. സിറ്റിയിൽ നടക്കുന്ന ക്രൈം അവസാനിക്കുന്നില്ലല്ലോ. അങ്ങനെ ഹീറോയോട് തന്റെ ഫാമിലിയെ കുറിച്ച് ഇൻസ്പെക്ടർ പറഞ്ഞു പോയതിനൊക്കെ സോറി ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എന്റെ ഫാമിലി നഷ്ടപ്പെട്ടിട്ട് എത്ര നാളെന്ന് നിനക്കറിയോ? ഇതുപോലെ ഒരു ഹോമിസൈഡ് കേസ് അന്വേഷിക്കുന്ന സമയത്താ അവള് എന്റെ ചെറിയ കുഞ്ഞിനെ കൂട്ടിയിട്ട് നെക്ലേസ് വാങ്ങാനായിട്ട് സ്വർണ്ണ കടയിലേക്ക് പോകുന്നത്. ഞാനാണെങ്കിൽ അന്വേഷണത്തിന്റെ തിരക്കിലായിപ്പോയി. പിന്നെ ഒരു കടയിൽ കയറിയാൽ സാധാരണ പെണ്ണുങ്ങള് എത്രത്തോളം സമയം എടുക്കുന്നത് എനിക്കറിയാലോ. അപ്പോൾ സ്വർണ്ണമെല്ലാം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവൾ എന്നെ വിളിക്കുന്ന ഞാൻ കാത്തിരുന്നു. എന്നാൽ ലേറ്റ് നൈറ്റ് ആയപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത്. അന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് ഒരു ബോക്സ് വന്നു. ആ ബോക്സിൽ എന്തായിരുന്നു എന്നറിയോ? എന്റെ ഭാര്യ ചുട്ട് ചാമ്പലാക്കിയിട്ട് ആ ഒരു ചാരം, കൂടെ തന്നെ ചെറിയൊരു ബോക്സ് ഉള്ളിലുണ്ടായിരുന്നു, അതിലെന്റെ മകളായിരുന്നു. ഇപ്പോ എന്റെ കയ്യിൽ ആകെ ഉണ്ടെന്ന് പറയാനുള്ളത് അവരുടെ രണ്ടുപേരുടെയും ചെറിയ രണ്ട് എല്ലും കഷ്ണം മാത്രം. ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോൾ എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ?
പിടിച്ചു നിൽക്കണ്ടേ? ഈ ലൈഫിൽ എനിക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് അതെന്റെ യൂണിഫോം മാത്രം. എന്നാൽ ഹീറോയുടെ സങ്കടം കേട്ടിട്ട് ഇൻസ്പെക്ടറിന്റെ ഉള്ളിൽ വല്ലാതെ ഒരുക്കുന്നുണ്ട്. അറിയാതെ കണ്ണ് നിറഞ്ഞു പോണ്. ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സാറേ അറിയാതെ എന്റെ വായിൽ നിന്ന് വീണുപോയതാ, എന്നോട് ക്ഷമിച്ചേക്കേ. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. അതായത് നമ്മുടെ പ്രൊഫസർ കൊല്ലപ്പെട്ടില്ലേ, ആ ഒരു ന്യൂസാണ്. അപ്പൊ ഹീറോ നമ്മുടെ സെന്റിമെന്റ് ഒക്കെ തൽക്കാലം മാറ്റിവെച്ചിട്ട് നമുക്ക് കാര്യത്തിൽ കിടന്നാലോ? അങ്ങനെ പ്രൊഫസർ കൊല്ലപ്പെട്ട ആ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് പോയിട്ട് ക്രൈം സീനെ ചെക്ക് ചെയ്യാണ്. അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് ഫോറൻസിക് ടീമിനോട് ആ ഒരു ഏരിയയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ CCTV ക്യാമറയുള്ള കാര്യം നമ്മുടെ ഹീറോ ഓർക്കുന്നത്. അങ്ങനെ ആ ഒരു വിഷ്വൽസ് ചെക്ക് ചെയ്യുമ്പോൾ അതില് ആ ഒരു സൈക്കോ താടിയൊക്കെ വെച്ചിട്ട് നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുള്ളത് അവര് കാണുന്നുണ്ട്. അങ്ങനെ കൊല്ലപ്പെട്ട പ്രൊഫസറിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോഴാണ് അയാളുടെ ടീച്ചിങ് പവർ ഉപയോഗിച്ചിട്ട് പല കുട്ടികളെയും മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീരിയൽ കില്ലർ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് ആ ഒരു പ്രൊഫസറെ കൊലപ്പെടുത്തിയത്. കുറച്ചു നേരത്തെ നമ്മുടെ ഹീറോയോട് ഒരു ഇൻഫോമർ ആ ഒരു സൈക്കോ ഏതോ ടീച്ചറിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് സൈക്കോയുടെ ടീച്ചർ ആയിരുന്നില്ല, അടുത്തതായിട്ട് സൈക്കോ തീർക്കാൻ പോകുന്ന ഈ ഒരു പ്രൊഫസറിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയും അതുപോലെ ഇൻസ്പെക്ടറും മൈത്രിയും കൂടി ആ ഒരു കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു സൈക്കോയുടെ നെക്സ്റ്റ് വിക്ടിം ആരാണെന്ന്, അവൻ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്, അവനെ എങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ച് നമ്മുടെ ടീമിന് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോ ഒരു സജഷൻ പറയാണ്, ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പല സൈക്കോകളെയും അങ്ങോട്ട് ചെന്ന് പിടിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നമ്മളായിട്ട് സീരിയൽ കില്ലറെ ഇനി തേടി പോകുന്നില്ല, അവനായിട്ട് നമ്മളെ തേടി വരട്ടെ. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല അതിപ്പോ എങ്ങനെയാ സാറേ നടക്കുക? അതായത് സീരിയൽ കില്ലർ ഇതുവരെ സെലക്ട് ചെയ്ത ആളുകൾ മൊത്തം സൊസൈറ്റിയിലെ മോശപ്പെട്ട ഇമേജുള്ള ആളുകളല്ലേ, അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മളിൽ ഒരാളെ അതുപോലെ സൊസൈറ്റിക്ക് ഹാം ആയിട്ടുള്ള ഒരാളായിട്ട് ഫ്രെയിം ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളെ തേടിയിട്ട് ആ ഒരു സീരിയൽ കില്ലർ വരും, അപ്പൊ അവനെ ഈസി ആയിട്ട് പിടിക്കാം. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഇപ്പോ നമ്മുടെ ടീമിൽ ആരുള്ളേ? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഡോക്ടറില്ലേ മൈത്രി, ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ? അതായത് നമ്മള് പോലീസുകാരാണെന്ന് അവൻ എങ്ങനെയെങ്കിലും മണത്തറിയും, എന്നാൽ മൈത്രിയുടെ ലൈഫ് റിസ്കിലാക്കാന് നമ്മുടെ ഇൻസ്പെക്ടർ സമ്മതിക്കുന്നില്ല. അപ്പോൾ മൈത്രി പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണ്ടേ? നമ്മുടെ ഹീറോ റോയ് പറഞ്ഞത് തന്നെയാണ് ശരി, ഞാനതിന് റെഡിയാണ്, എന്നാൽ നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം, ആ ഒരു സൈക്കോയെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. അവൻ്റേത് ഒരുതരം മെന്റൽ ഡിസോർഡർ അല്ലേ, അതുകൊണ്ട് തന്നെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവന്റെ മാനസിക നില ശരിയാക്കി എടുക്കണം. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ആദ്യം നമുക്ക് അവനെ പിടിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ സൈക്കോളജി ഡോക്ടറില്ലേ മൈത്രൻ, അവരുടെ ഒരു ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടർ പ്രൊഫൈല് അവർ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മൈത്രിയില്ലേ, അവള് മെന്റലി കുറേയധികം ആളുകളെ സൈക്കോളജി ട്രീറ്റ്മെന്റ് പേരില് ഹരാസ് ചെയ്യുന്നതായിട്ട് കുറേയധികം ന്യൂസുകളെ മീഡിയയിലൂടെ ഫേക്ക് ആയിട്ട് പടച്ചുവിടുകയാണ്. അതിനുശേഷം മൈത്രി എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് ടീം അവളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൈക്കോയെ ചൊടിപ്പിക്കാനായിട്ട് ഓൾറെഡി അവന്റെ ഫോട്ടോ കിട്ടിയില്ലേ, ആ ഒരു ഫോട്ടോയൊക്കെ സിറ്റിയിൽ പല സ്ഥലത്തും ഒട്ടിക്കുകയാണ്. ഇപ്പോ നിലവില് അവൻ 5 ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറെഡി അവന്റെ ടാർഗറ്റ് എന്താ, വിഷ്ണുവിന്റെ അവതാരം പോലെ 10 കൊലപാതകം, അതിലിപ്പോ പകുതി അവൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് അവനൊന്ന് ചൊടിപ്പിച്ചാല് അവൻ ഉടനെ തന്നെ ചിലപ്പോ മൈത്രിയുടെ പിന്നാലെ വരുന്ന നമ്മുടെ ഹീറോയും ഇൻസ്പെക്ടറും ഗസ്സിയാണ്. നമ്മുടെ മൈത്രിയുടെയും ഇൻസ്പെക്ടറിന്റെയും ലവ് സ്റ്റോറി ഒരു ഭാഗത്തൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ ലവറെ സേഫ് ആയിട്ട് അവളുടെ വീട്ടില് ഇൻസ്പെക്ടർ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാണ്. നമുക്ക് നാളെ കാണാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ മൈത്രി തന്റെ വീടിന്റെ വാതിലടച്ചിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളിലായിട്ട് ഓൾറെഡി ഒരു വയസ്സൻ ഇരിക്കുന്നുണ്ട്. ആ ഒരു വയസ്സൻ വേറെ ആരുമല്ല, നമ്മുടെ സൈക്കോ കില്ലർ തന്നെയാണ്. അയാള് നമ്മുടെ മൈത്രിയുടെ ഫോൺ വാങ്ങി വെച്ചിട്ട്, ഞാൻ നിങ്ങളെ എത്രത്തോളം വിശ്വസിച്ചിട്ടാ എന്റെ ഉള്ളിൽ അടക്കി വെച്ച പല കാര്യങ്ങളും നിങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞേ, എന്നിട്ട് നിങ്ങൾ എന്നെ ചതിക്കാൻ പാടുവരുന്നു. അപ്പോൾ മൈത്രി പറയുന്നുണ്ട്, ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ തെരഞ്ഞുപിടിച്ച് കൊല്ലുമ്പോൾ എനിക്ക് ഇതല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ നിങ്ങളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് മാത്രമേ കരുതിയുള്ളൂ. നിങ്ങളുടേത് ഒരു മെന്റൽ സിറ്റുവേഷൻ ആണ്, അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഓർക്കുന്നത്, മൈത്രിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട പെപ്പർ സ്പ്രേ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ഹീറോ, അത് സാധാരണ സ്പ്രേ അല്ല, അവളുടെ സേഫ്റ്റിക്കുള്ളതല്ലേ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് സൈക്കോ പറയുന്നുണ്ട്, എത്രത്തോളം വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ അടക്കി വെച്ച രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ മൈത്രി, നിങ്ങൾ ചെയ്യുന്നത് അത് വലിയ തെറ്റാണ്. അപ്പോ സൈക്കോ പറയുന്നുണ്ട്, എന്റെ അച്ഛൻ എങ്ങനെയാ മരണപ്പെട്ടെന്നറിയോ? അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് മാത്രമേ ചെയ്തിരുന്നുള്ളൂ, ഒരു സത്യസന്ധനായിട്ടുള്ള റിപ്പോർട്ടർ ആയിരുന്നു. എന്നിട്ട് എന്റെ അച്ഛന് കിട്ടിയ സമ്മാനം എന്താണെന്നറിയില്ലേ? അച്ഛൻ പല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്നപ്പോ അച്ഛനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അവര് കെട്ടിത്തൂക്കി, എന്നിട്ട് അച്ഛനെ കളിയാക്കിയിട്ട് അവര് ചിരിക്കിയിരുന്നു. ഇതുപോലെ മനസ്സിൽ തിന്മയുള്ള ഒരുത്തിന് ഈ ലോകത്ത് നിലനിൽക്കണ്ട. അപ്പോ നമ്മുടെ മൈത്രി പറയുന്നുണ്ട്, നിങ്ങളിപ്പോ പകുതിയോളം ആളുകളെ കൊലപ്പെടുത്തിയില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? അപ്പൊ സൈക്കോ, ബാക്കിയുള്ള ആളുകളെയോ? നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഈ ലോകത്തേക്ക് ഞാൻ വന്നത് ഈ ലോകത്തിലെ ചില വേസ്റ്റുകളെ ഗാർബേജിലെ ക്ലീൻ ചെയ്യാനാണ്. കുറച്ച് നാളെ ഞാൻ ഈ ലോകത്തുണ്ടാവുള്ളൂ, അപ്പോഴേക്കും ഞാനത് ചെയ്തിട്ടേ തിരിച്ചു പോകും. അതിനുള്ളില് നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു സ്പ്രേ കൊടുക്കാനായിട്ട് നമ്മുടെ മൈത്രിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ സൈക്കോ അവളെ കൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ നമ്മുടെ ഹീറോയും ഇൻസ്പെക്ടറെയും മൈത്രിയുടെ നെറ്റിയിൽ ഗണ്ണ് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ ഫോണും ഗണ്ണൊക്കെ അവിടെ വാങ്ങി വെച്ച ശേഷം ഒരു ചെയറിൽ 2 പേരെയും കെട്ടിവെക്കുകയാണ്. എന്നിട്ട് സൈക്കോ പറയുന്നുണ്ട്,
സാറേ നിങ്ങൾക്കറിയോ ഞാൻ എന്തിനത് സ്റ്റാർട്ട് ചെയ്തതെന്ന്? എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് പകരം ചോദിക്കാനാ. അതായത് ഈ ലോകത്തിൽ നിന്ന് എവിൾ തിന്മ ഉള്ളിലുള്ള ജനങ്ങൾ മുഴുവനായിട്ട് ഇല്ലാതെയാക്കാന്. എന്നാൽ പതിയെ പതിയെ ഞാൻ ഉന്മൂലനം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വിഷ്ണുവാൽ അയക്കപ്പെട്ട ഒരു അവതാരമാണെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിലെ വിഷ്ണുവിന്റെ ഒരു മന്ത്രം ഉച്ചരിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവായിട്ടാ. വിഷ്ണു എപ്പോഴും നന്മയുടെ ഭാഗത്തായിരുന്നു, എന്നാൽ നീ തിരഞ്ഞെടുത്തത് അത് ഉന്മൂലന മാർഗമാണ്. അതിന്റെ അർത്ഥം സൈക്കോ നീ ഒരു എവിളാണ്. അപ്പോൾ സൈക്കോ ചോദിക്കുന്നുണ്ട്, ആഹാ അതെയാ, എന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തൽക്കാലം ഇപ്പോ ഒരു കാര്യം പറ, നിങ്ങൾ രണ്ടുപേരിലെ ആരാണ് എനിക്ക് വേണ്ടി മരിക്കാൻ പോകുന്നത്? അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എന്റെ ജീവനെടുത്തോ, അവനെ വിട്ടേക്ക്. എന്നാൽ നമ്മുടെ ഇൻസ്പെക്ടർ ആണെങ്കിലേ നീ എന്നെ കൊന്നോ, അദ്ദേഹത്തെ വിട്ടേക്ക്. അപ്പോൾ സൈക്ക് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കളി കൊള്ളാല. ഏതായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗണ്ണ് വേണ്ട, നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ആക്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് തന്നെ ആവാം. എന്റെ അടുത്ത വ്യക്തിമിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാ, എന്നാൽ നിങ്ങളായിട്ട് തേടി വന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഡോക്ടർ മൈത്രിയിലെ സൈക്കോ മാറ്റിവെച്ച ആ ഒരു ഗണ്ണ് കയ്യിലെടുത്തിട്ട് അവനോട് നിർത്താൻ പറയുന്നുണ്ട്. മര്യാദക്ക് അവരെ രണ്ടുപേരും നീ വെറുതെ വിട്ടോ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ പൊത്തൂർ പറയുന്നുണ്ട്, ഷൂട്ട് ചെയ്യേ, അവന് അവസരം കൊടുക്കല്ലേ. എന്നാൽ നമ്മുടെ സൈക്കോളജി ഡോക്ടറായ മൈത്രയ്ക്ക് ഷൂട്ട് ചെയ്യാനേ പറ്റുന്നില്ല. അത് കണ്ടപ്പോൾ നമ്മുടെ സൈക്കോക്ക് മനസ്സിലായിട്ടുണ്ട്, എന്തായാലും ഇപ്പോൾ അവള് ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹീറോയെ തീർക്കാം. അങ്ങനെ ഹീറോയുടെ നേരേക്ക് ആ ഒരു കോഡലായിട്ട് വരുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഹീറോയുടെ കെട്ട് പതി അഴിച്ചിട്ടുണ്ട്. ആ ഒരു സൈക്കോ പാഞ്ഞു വരുമ്പോൾ ഹീറോയുടെ കാലിലായിട്ട് ഓൾറെഡി ഒളിപ്പിച്ച് വെച്ച ആ ഒരു ഗണ്ണെടുത്തിട്ട് അവന്റെ നെഞ്ചത്ത് പൊട്ടിക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അവനെ കൊന്നുകളഞ്ഞ്? അപ്പൊ ഹീറോ, ഞാനതിന് പലചരക്ക് കടയിലാണ് നടത്തുന്നത്, ഞാൻ ഒരു പോലീസുകാരനാ. അപ്പോഴാണ് ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഡോക്ടർ മൈത്രിയുടെ അമ്മ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ മൈത്രി കരയുന്ന കണ്ടിട്ട്, അല്ല ഞാൻ ടാബ്ലറ്റ് എടുത്ത് കിടക്കായിരുന്നില്ലേ, എന്തിവിടെ ശബ്ദം, എന്തിനാ നീ കരയുന്നേ, നിന്റെ ബ്രദർ എന്താ നിലത്ത് കിടക്കുന്നേ? അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, എന്ത് ബ്രദറോ? ആ ഒരു അമ്മ തന്റെ മകനെ രക്ഷിക്കാനായിട്ട് ആംബുലൻസ് വിളിക്കാനായിട്ട് നിലവിളിച്ച് കരയുന്നുണ്ട്. എന്നാൽ ഓൾറെഡി ആ ഒരു സൈക്കോ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഹീറോ എല്ലാ റിപ്പോർട്ടും തന്റെ സീനിയർ ഓഫീസറിന് സബ്മിറ്റ് ചെയ്യാണ്. എന്നാൽ ആ ഒരു സൈക്കോയെ പിടിക്കാൻ നമ്മുടെ മൈത്രി ഹെൽപ്പ് ചെയ്തില്ലേ, ആ ഒരു കാര്യം മാത്രം ഹൈഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവളുടെ അമ്മ ഒരിക്കലും തന്റെ ഏട്ടന്റെ മരണത്തിന് അവളെ ഹെൽപ്പ് ചെയ്തിരുന്നെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വെക്കേഷനിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൈത്രി ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റും ചോദിക്കുമ്പോൾ മൈത്രിയും ഒരു വെക്കേഷനിലാണെന്ന് പറയുന്നുണ്ട്. അതായത് രണ്ടുപേരും തന്നെയാണ് വെക്കേഷന് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊതർ മൈത്രിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ അച്ഛന് സംഭവിച്ച ആ ഒരു ഷോക്ക് കാരണല്ലേ നിന്റെ ഏട്ടൻ സൈക്കോളജി എഫക്റ്റ് ആയതും ഒരു സീരിയൽ കില്ലറായിട്ട് മാറിയതും? എന്നാൽ നിനക്കതുപോലെ മെന്റലി ഡിസ്റ്റർബ് ഒന്നും സംഭവിച്ചിട്ടില്ലേ? അപ്പോൾ മൈത്രി രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, നോർമലി വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിലെ ആ ഒരു ഫയൽസ് ഒക്കെ വീണ്ടും എടുത്ത് ഒന്ന് റീസ്റ്റഡി ചെയ്യുമ്പോഴാണ് എന്തോ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അതായത് വേറെ ലെവൽ ട്വിസ്റ്റ്, ഈ ഒരു കൊലപാതകത്തിനൊക്കെ പിന്നില് നമ്മുടെ സൈക്കോളജി ഡോക്ടറായിട്ടുള്ള മൈത്രി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പൊതർ ഇൻസ്പെക്ടർ തീരെ സേഫ് അല്ലാത്ത സിറ്റുവേഷനിലുള്ളത്, നമ്മുടെ ഇൻസ്പെക്ടറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ മൈത്രിയിലെ അവരുടെ പല രഹസ്യങ്ങളും നമ്മുടെ ഇൻസ്പെക്ടറിനോട് പറയുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഏട്ടന് മാത്രമേ എഫക്റ്റ് ആയിട്ടുള്ളൂ എന്ന്? എന്റെ ഫാമിലി എങ്ങനെയായിരുന്നു വെച്ചാൽ എന്റെ അച്ഛൻ, അമ്മ, ഞാൻ, ഏട്ടൻ, നമ്മൾ 4 പേരും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ എന്റെ ഏട്ടനോടും എന്നോടുമായിട്ട് അച്ഛൻ പല പുരാണ കഥകളും പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ അവതാരത്തെക്കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരുമായിരുന്നു. അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് എന്റെ ഏട്ടന് തന്നെയാണ്. ആ ഒരു സമയത്ത് അച്ഛനൊരു റിപ്പോർട്ടറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് നമ്മുടെ ഗ്രാമത്തിലെ പല ജനങ്ങളെയും അന്നത്തെ മിനിസ്റ്റർ അധികാരത്തിന് വേണ്ടിയിട്ട് ചീറ്റ് ചെയ്യുന്ന കാര്യം എന്റെ അച്ഛൻ പത്രത്തിലൂടെ റിവീൽ ചെയ്യാൻ തുടങ്ങി. അതിൽ അയാളുടെ അധികാരം നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് അയാള് എന്റെ അച്ഛനെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവസാനം നാട്ടിലെ തീരെ സമാധാനം കിട്ടാതായപ്പോ നമ്മൾ ആ നാട് വിട്ടു തന്നെ പോയിരുന്നു. എന്നിട്ടും എന്റെ അച്ഛൻ ആ ഒരു മന്ത്രി ചെയ്തിരുന്ന എല്ലാ നെറുകേടുകളും പുറത്തു കൊണ്ടുവന്നു. അതിൽ ആ ഒരു മിനിസ്റ്റർ എന്താ ചെയ്തെന്നറിയോ? ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഞങ്ങളുടെ അച്ഛനെ ക്രൂരമായിട്ട് കൊന്നു കെട്ടിത്തൂക്കി. അതുമാത്രമല്ല അവന്റെ അടിയാൾക്കാരെ വെച്ചിട്ട് എന്റെ മാനവും ജീവിതവും അവർ നശിപ്പിച്ചു കളഞ്ഞു. ഇതൊക്കെ നടക്കുന്നത് എന്റെ അമ്മയുടെ കൺമുമ്പിൽ വെച്ചിട്ടായിരുന്നു. അന്ന് എന്റെ അമ്മയുടെ മാനസിക നില തന്നെ തെറ്റിപ്പോയതാണ്. ഇന്ന് വരെ എന്റെ അമ്മ ആ ഒരു ഷോക്കിൽ നിന്ന് തിരിച്ചു വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ കുടുംബത്തെ ചിന്ന ഭിന്നമായി കളഞ്ഞ ആ ഒരു മന്ത്രിയോട് പകരം വീട്ടാനെ എന്റെ ഏട്ടൻ അന്ന് തീരുമാനിച്ചതാണ്. എന്നാൽ എനിക്ക് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ ഒരു നാള് എന്റെ ഏട്ടൻ പിടിക്കപ്പെടും. എന്നാൽ ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാന് ഞാനാണ് എന്റെ ഏട്ടന് ഓരോ പ്ലാന് സെറ്റ് ചെയ്ത് കൊടുത്തത്. എന്നാൽ എന്റെ ഉദ്ദേശം ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ച ആ ഒരു മിനിസ്റ്ററെയും അവന്റെ അടിയാൾക്കാരെയും ഇല്ലാതെയാക്കണമെന്ന് മാത്രമായിരുന്നു. എന്റെ ഏട്ടനെ വെച്ച് തന്നെ അവരെ ഞാൻ തീർക്കും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പതിയെ ഏട്ടന്റെ മനസ്സ് മാറിയിരുന്നു. ഓൾറെഡി എന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത കഥകളിൽ എന്റെ ഏട്ടന്റെ മനസ്സ് വല്ലാതെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ തന്നെ സ്വന്തം തീരുമാനിക്കാൻ തുടങ്ങി. ഈ ലോകത്തുള്ള
തിന്മ ചെയ്യുന്ന എല്ലാ ആളുകളെയും ഇല്ലാതെയാക്കാൻ വന്ന വിഷ്ണുവിന്റെ ഒരു അവതാരമാണ് എന്റെ ഏട്ടനെന്ന്. എന്റെ ഏട്ടൻ മൂന്നാമത് കൊലപ്പെടുത്തിയ ആ ഒരു ലോയർ വരെ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ തിന്മ ചെയ്തവരായിരുന്നു. എന്നാൽ അതിനുശേഷം ഏട്ടൻ ചെയ്ത 2 കൊലപാതകങ്ങളും ഏട്ടൻ തന്നെ സ്വയം തീരുമാനം ചെയ്തതാണ്. എന്നാൽ എനിക്കതിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് എന്റെ ഏട്ടനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയത്. എന്നാൽ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാതായപ്പോൾ ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ആ ഒരു സൈക്കോ എന്റെ അടുത്തേക്ക് ട്രീറ്റ്മെന്റിന് വന്നിരുന്നെന്നും പറഞ്ഞ് എന്റെ ഏട്ടനെ ജീവനോട് പിടിച്ച് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് ആ ഒരു മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ ഞാൻ ട്രൈ ചെയ്തതാണ്. എന്നാൽ ജീവനോടെ ഏട്ടനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ മൈത്രി എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ഇൻസ്പെക്ടറോട് പറയുമ്പോൾ ഇൻസ്പെക്ടറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, കൊലപാതകം ചെയ്യാൻ നീയാണ് പ്ലാൻ ചെയ്ത് കൊടുത്തതെന്നോ? അപ്പോ ഇത്രയും നാള് നീ എന്നെ പ്രണയിച്ചതോ, നമ്മൾ ഒന്നിച്ചൊരു സ്വപ്നം കണ്ടതോ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? അപ്പോ മൈത്രി പറയുന്നുണ്ട്, ആ ഒരു മിനിസ്റ്ററിന്റെ അടിയാൾക്കാരെ എന്നെ എന്ന് റേപ്പ് ചെയ്തോ അന്ന് തന്നെ എന്റെ ശരീരത്തിലെ ആത്മാവ് മരിച്ചതാണ്. ഇപ്പോഴും ഒരു ശവമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാല് എന്റെ ഉള്ളില് വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. എനിക്ക് ഗിൽറ്റോടെ ജീവിക്കാൻ പറ്റില്ല. ഈ ലോകത്ത് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇമോഷണലായിട്ട് തന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് തന്നെ മൈത്രി ആ ഒരു മലയിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടുകയാണ്. എന്നാൽ നമ്മുടെ ഇൻസ്പെക്ടർ ഷോക്കായിട്ട് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ളിൽ അവളെ താഴത്തേക്ക് വീണിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് നിന്നോട് ചില രഹസ്യങ്ങൾ പറയേണ്ടെന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഓൾറെഡി ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് മൈത്രി അവള് തന്നെ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മൈത്രിയുടെ വിയോഗത്തിൽ നമ്മുടെ ഇൻസ്പെക്ടർ വല്ലാതെ തകർന്നു പോവാണ്. എന്നാൽ എപ്പോഴും സങ്കടപ്പെട്ട് ഇരുന്നാൽ പറ്റില്ലല്ലോ. ചെയ്തു തീർക്കാനായിട്ട് കുറേയധികം ഡ്യൂട്ടികൾ നമ്മുടെ ഹീറോയ്ക്കും ഇൻസ്പെക്ടറിനും ഇല്ലേ. അങ്ങനെ നമ്മുടെ ഹീറോ ഇൻസ്പെക്ടറിനെ ഒന്ന് ഉഷാറാക്കാണ്. അങ്ങനെ അടുത്ത കേസ് കണ്ടുപിടിക്കാനായിട്ട് അവര് രണ്ടുപേരും ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും തന്ന അടിപൊളി ഒരു കഥയായിരുന്നില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ പരിചയപ്പെടുത്തുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.